أنت الذي ولدتك أمك يا ابن آدم باقيا. हदीस के रावी हैं उमर इब्न खत्ताब रज़ियल्लाहु तआला अन्हु कहते हैं कि रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने फरमाया इन्ना अल्लाह यरफ़उ बिहाज़ल किताबि अक़वामन व यदउ बिही आखिरीन والناس حولك ضاحكا مسرورا فاجهد لنفسك أن تكون إذا بقوا في حال موتك ضاحكا مسرورا. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനും അല്ലാഹു നൽകിയ മക്കളെ പോലെയുള്ള മക്കളെ കിട്ടാൻ നാം എന്ത് ചെയ്യണം? അതിന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായി അല്ലാഹുവിന്റെ ദീൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുക. അത്തരം സദസ്സുകളിലേക്ക് അവരെ പറഞ്ഞയക്കുക. നിങ്ങൾ എന്ത് വിദ്യാഭ്യാസം കൊടുത്തോ പ്രശ്നമില്ല, ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്തോ, പക്ഷേ മൂല്യവും ധർമ്മവും പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ. കാരണം എന്താണെന്നറിയോ? കോടികൾ കൊടുത്ത് MBBS സീറ്റ് വാങ്ങിക്കുമ്പോ, കോടികൾ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് എഞ്ചിനീയറിംഗ് സീറ്റ് വാങ്ങിക്കുമ്പോ, ബിസിനസ് സ്ഥാപനങ്ങളിൽ സീറ്റ് വാങ്ങിക്കുമ്പോ, ആ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് പഠിച്ചിറങ്ങുന്ന നിങ്ങളുടെ മക്കൾ ഡോക്ടറാണെങ്കിൽ ചുമച്ചു വരുന്ന പഠിച്ചു വരുന്ന ഒരു മനുഷ്യന്റെ കണ്ണിലേക്ക്, അവന്റെ നിസ്സഹായതയിലേക്കല്ല നോക്കുക, അവന്റെ പോക്കറ്റിലേക്കാണ് നോക്കുക, അവന്റെ പണത്തിലേക്കാണ് നോക്കുക. മനസാക്ഷിയില്ലാത്ത ഡോക്ടർമാരും മനസാക്ഷിയില്ലാത്ത വക്കീലന്മാരും മനസാക്ഷിയില്ലാത്ത പ്രൊഫഷണലുകളും ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ മക്കളെ ഭൗതിക പ്രബന്ധതയിൽ മാത്രം വിരിയിച്ചെടുക്കുമ്പോഴാണ്. അരുത് പ്രിയപ്പെട്ടവരെ, അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ മക്കളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അവർക്ക് വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, ഈമാനിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, മാതാപിതാക്കളുടെ കടമയെ കുറിച്ചെല്ലാം പഠിപ്പിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ശനിയാഴ്ച അല്ല, അതിനപ്പുറത്തെ ശനിയാഴ്ച ഇതേ ഹാളിൽ വെച്ച് ടീംസ് മീറ്റ് നടത്തുന്നത്. അതിനുവേണ്ടി പരമാവധി ആളുകൾ വെള്ളിയാഴ്ചയാണോ? വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച, വരുന്ന വെള്ളിയാഴ്ച ടീംസ് മീറ്റ് നടത്തുന്നത്. പരമാവധി നിങ്ങളുടെ മക്കളെ അതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പരിചയത്തിൽ ആളുകളെ അതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം നമ്മുടെ ഈമാനിന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന വാക്ക് പോലും ആകില്ല നമ്മൾ മനസ്സിലാക്കണം. ഉഫ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക്? ഇപ്പൊ നമ്മളിങ്ങനെ മുടിലേക്ക് ഇറങ്ങാൻ പോകുന്നിരിക്കുക. നമ്മുടെ ഉമ്മ ഫോൺ എടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക്, മോനെ ഫോണ് മറന്നു വെച്ചിട്ടല്ലോ, ഇത് എടുത്തിട്ടില്ലൊന്നും കയ്യിൽ ഇങ്ങനെ കൊണ്ടുവരുന്നില്ല. പെട്ടെന്ന് ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഫോൺ ഇങ്ങനെ വീണുപോയി. പാടില്ല. അത് നമ്മുടെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുമെന്ന്. അത് അത്രയും നിസ്സാരമായ ഒരു വാക്ക് കൊണ്ടുപോലും മാതാപിതാക്കളുടെ മനസ്സുകളെ വേദനിപ്പിക്കരുത്. നിന്നെ കൊണ്ട് കഴിയുന്ന ഏറ്റവും ചെറിയ പുച്ഛത്തിന്റെ, നീരസത്തിന്റെ, അപകടതയുടെ വാക്ക് പോലും നീ നിന്റെ മാതാപിതാക്കളോട് പറയരുത്. നമ്മുടെ കൽപ്പനയാണ്. നീ പറയാതിരിക്കാൻ ശ്രമിക്കണമെന്നല്ല, പറയരുത് എന്നാണ് അതിന്റെ അർത്ഥം. എന്താ അറിയോ? പറഞ്ഞ വിവരം അറിയും തന്നെയാണ്.